ഇനി എൻകൗണ്ടർ പ്രൈമാണ്. KR ഗോപികൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. സഹോദരിക്ക് മയക്കുമരുന്ന് നൽകുന്ന സഹോദരൻ, മകനെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന രക്ഷിതാവ്, ജ്യൂസിൽ MDMA കലർത്തി നൽകി പെൺകുട്ടികളെ വലയിലാക്കുന്ന കാമുകന്മാർ, വാട്സാപ്പ് ചാറ്റിലൂടെ പ്രലോഭിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാർ, അവിശ്വസനീയം എന്ന് തോന്നാത്ത തരത്തിൽ നമ്മുടെ നാട്ടിൽ വാർത്തകളിലെ സ്ഥിരം വിവരങ്ങളായി ഇതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഏത് ഉൾഗ്രാമത്തിലും 15 മിനിറ്റ് കൊണ്ട് ലഹരി വസ്തുക്കൾ എത്തിക്കാനുള്ള സംവിധാനം ഇന്ന് ലഹരി മാഫിയകൾക്കുണ്ട്. അറിവിന്റെ ലഹരിയുമായല്ല, MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ലഹരിയുമായാണ് നമ്മുടെ യുവതലമുറ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങാൻ പോകുന്നത്. സമൂഹത്തിൽ മഹാവിപത്തിന്റെ വിത്ത് പാകുന്ന രാസലഹരി വസ്തുക്കൾ സുലഭമാക്കിയതിൽ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത മാത്രമല്ല, ഉന്നതരുടെ ഒത്താശ കൂടി സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി ലഹരിക്കടിമയോ കേരളം എന്ന് ചർച്ച ചെയ്യേണ്ട നിലയിൽ കാര്യങ്ങൾ വഷളായിരിക്കുന്നു. നമ്മുടെ പ്രതിരോധം ഇനി എങ്ങനെ വേണം? ഇത് പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം. പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം നടുക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. കേരളത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ലഹരി മാഫിയക്കെതിരെ പോരാടുന്ന ഒരു രക്ഷിതാവ് എൻകൗണ്ടർ പ്രൈമിൽ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം കുഞ്ഞിനെ ലഹരി മാഫിയയുടെ കൈകളിൽ നിന്ന്, ലഹരിയുടെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു രക്ഷിതാവ് എന്ന പ്രത്യേകത ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത്, ഏതൊക്കെ ഏജന്റുകളാണ് കണ്ണികളായി പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് രക്ഷകർത്താവ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരുന്നത്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, അതോടൊപ്പം തന്നെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ആലപ്പുഴയിൽ, ഗോപിനാഥ് മുതുകാട്, അദ്ദേഹം പ്രത്യേക അതിഥിയായി ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ട്. ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രക്ഷിതാവിൽ നിന്നാണ്. താങ്കൾക്ക് സ്വാഗതം. താങ്കളുടെ പേരും മറ്റു വിവരങ്ങളും ഈ ചർച്ചയിൽ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തി സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. താങ്കൾക്ക് അതിനുശേഷം താങ്കൾ നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അതിനുശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ, അതായത് നമ്മളോർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ്, ഇവരുടെ ചെറിയ ചെറിയ കുസൃതികളാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എല്ലാവരും. പക്ഷെ അതല്ല ഇത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് എനിക്കിപ്പോൾ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തങ്ങനെ പറയാൻ പറ്റില്ല, പേരും പറയാൻ പറ്റില്ല, ആർക്കാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികൾ അന്തർ സംസ്ഥാന ലഹരി കടത്തുകാരും ബൈക്ക് മോഷ്ടാക്കളുമാണ്. ഈ കുട്ടികൾ ബൈക്ക് മോഷ്ടിച്ചിട്ട് വിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണ്. 5000 രൂപക്കാണ് ഈ കുട്ടികൾ ഈ ബൈക്ക് വിൽക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാമിൽ ബൈക്ക് ഇട്ടാൽ അത് വാങ്ങിക്കാൻ ആൾ അതെങ്ങനെ? അതായത് ഈ ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പൈസ കിട്ടാതെ വരുമ്പോൾ അവർ മോഷണത്തിലേക്കും അതല്ലെങ്കിൽ ഇതുപോലെ ബൈക്ക് വിറ്റൊക്കെ കാശുണ്ടാക്കാൻ നോക്കുന്നു അല്ലേ? അതെ അതെ. 4 ജില്ലയിൽ പറഞ്ഞോളൂ. അതിൽ ചില കുട്ടികൾക്ക് 4 ജില്ലയിൽ കേസുണ്ട്. പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലയിൽ കേസുള്ള കുട്ടികൾ വരെ ഇതിലുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു പഴയ PTA പ്രസിഡൻ്റ് എന്നെ വിളിച്ചത്, ലേഡി വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കൊല്ലം മുമ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ പിങ്ക് പോലീസ് വന്നിട്ട് ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ PTA പ്രസിഡൻറ്റും HM ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, ബാഗ് പരിശോധിക്കേണ്ട, അതിനും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പിങ്ക് പോലീസ് പറഞ്ഞ്, അത് ഞങ്ങൾക്കത് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്, നമുക്ക് ബാഗ് പരിശോധിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. ബാഗ് പരിശോധിച്ചപ്പോഴത്തേക്കും
അതിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ചോക്ലേറ്റ്സ് കിട്ടി. അതായത് 150 രൂപ 200 രൂപ ഒക്കെ വില വരുന്ന ചോക്ലേറ്റ്സാണ്. എല്ലാം ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ്. അത് കിട്ടി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഒരു എടപ്പള്ളിയിലുള്ള ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ ഈ പോലീസ് അവിടുന്ന് മറ്റുള്ള പോലീസിൻ്റെ സഹായത്തോടെ അവിടെ അന്വേഷണം നടത്തിയപ്പോൾ അതൊന്നും അല്ല സംഭവം. ഈ കുട്ടിയുടെ അമ്മ ലഹരി കടത്തിൻ്റെ കണ്ണിയാണ്. ഈ കുട്ടീനെ ഉപയോഗിച്ച് ഇത്തരം ഡീലിംഗ് നടത്താറുണ്ട്. പിറ്റേ ദിവസം തന്നെ ആ കുട്ടീനെ അവിടെ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ സ്കൂളിലെ ചീത്തപ്പേര് വേണ്ട, ബാക്കിയുള്ള ഇതിലേക്ക് ഇപ്പോൾ പുലിവാലി പിടിക്കണ്ടെന്ന് ഓർത്ത് ഇത് മറച്ചു വെച്ച് അന്ന് അത് പുറത്ത് വന്നു വെച്ചെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിന് ഇത്തരം അപകടം വരില്ലായിരുന്നു. ഞാൻ ആത്മഹത്യയിലേക്ക് ശ്രമിക്കില്ലായിരുന്നു. എൻ്റെ മകളുടെ ഭാവി തകരില്ലായിരുന്നു. നമ്മളെല്ലാവരും ഭാവി പ്രതീക്ഷിച്ചിട്ട് നാണക്കേട് പ്രതീക്ഷിച്ചിട്ട് മാത്രം ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ള സമൂഹത്തിന് എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അല്ല, ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ. ഇപ്പോൾ എനിക്കുമുണ്ട് 2 മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ താങ്കൾ മകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മകൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമ്മളെ രക്ഷിതാക്കൾ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ താങ്കളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് താങ്കൾ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ കുട്ടിയുടെ അമ്മയോ ഇതറിയാതെ പോയത്? സാർ അതാണ് ഞാനിപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ഞാനിപ്പോൾ ഇതിൽ തന്നെ 24 ന്യൂസിൽ ഒരു 1056 നമ്പറിലേക്ക് ഇത്ര മാനസിക പ്രശ്നമുള്ളവർ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിരവധി പോലീസുകാരോടും മറ്റുള്ളവരോടൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം കുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം. അത് പാരൻസ് തമ്മിലോ അല്ല ആ കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്തരം കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയല്ല സാറേ. എൻ്റെ കേസിൽ അങ്ങനെയല്ല. ഞാനത് വെറുതെ എൻ്റെ കുട്ടീനെ നന്നാക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാനോ പറയുന്നതല്ല. എൻ്റെ വീട്ടിൽ അത്ര അനുഭവങ്ങളൊന്നുമില്ല എൻ്റെ കുട്ടിക്ക്. അതായത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് മുഴുവൻ അറിയാം. എൻ്റെ കുട്ടി എൻ്റെ ഒപ്പം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അതായത് എൻ്റെ വണ്ടിയുടെ പുറകെ ഉള്ള കുട്ടിയാണ്. അവൾക്കാണ് ഇത്ര അനുഭവങ്ങൾ വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മുടെ സൊസൈറ്റി നമ്മളെപ്പോഴും പറയും അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് പറയും. അതുകൊണ്ടൊന്നും അല്ല സാറേ. ഇപ്പം ശരിക്കും ഇത്തരം കുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് വലിയൊരു മാഫിയ തന്നെയുണ്ട്. എന്തുകൊണ്ട് ഇത്തരം കുട്ടികൾ മാത്രം വീഴുന്നു? ഈ MDMA പോലുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർ 30 വയസ്സിനുള്ള എത്ര പേരുണ്ട്? അതിന് 3 മടങ്ങല്ലേ 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരുടെ ഉപയോഗം. നമ്മുടെ ഒരു പുതിയ തലമുറയെ നശിപ്പിച്ച് കളയാനായിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ മാഫിയകളുണ്ട്. നമ്മളത് പരിശോധിക്കാതെ പോകരുത്. ശരി. അപ്പോൾ ഈ സ്വന്തം കുഞ്ഞിൻ്റെ മകളുടെ കാര്യം പറഞ്ഞല്ലോ. മകൾക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ കിട്ടിയതെന്ന് താങ്കൾ അന്വേഷിച്ച് പോയി കാണുമല്ലോ. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? ലഹരി വസ്തുക്കളെന്ന് പറയാനായിട്ട് അവൾക്ക് ലഹരി വസ്തുക്കളെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ കഴിക്കുന്നത്. ഇത്തരം മിഠായി ഞാൻ എൻ്റെ വീഡിയോ നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരി മിഠായി ഡയറി മിൽക്കിൽ മിഠായി ഇതൊക്കെ മയക്കുമരുന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുട്ടീനെ കാണുമ്പോഴത്തേക്കും ആദ്യം കൊടുത്തത് കിൻഡർ ജോയിലാണ്, പിന്നെ ഡയറി മിൽക്ക്. ഇത്തരം ഇതിലെ കൂടെയാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ വേറൊന്നൊരു സാധനം കൊടുത്തെന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഒരു ബോധമില്ലാത്ത പോലെ പോയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഡയറി മിൽക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത കുട്ടികളെങ്ങനെ അറിയുന്നത്? അല്ലെങ്കിൽ കിൻഡർ ജോയിൽ ഇട്ട് കൊടുത്ത് എങ്ങനെ അറിയുന്നത്? ജ്യൂസിൽ കലർത്തി കൊടുത്ത് എങ്ങനെ അറിയുന്നത്? കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. പക്ഷേ ഈ കലർത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ ചോക്ലേറ്റും മിഠായിയും ജ്യൂസും ഒക്കെ കിട്ടുന്നത്? ആര് വാങ്ങിക്കൊടുത്തിട്ടാണ്? ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടൊരു പയ്യനാണ്. അവനും പയ്യനാണ്. പക്ഷെ ആ പയ്യൻ്റെ പ്രവൃത്തികളാണ് ഞാൻ പറഞ്ഞ അന്തർദേശീയ അന്തർ സംസ്ഥാന ലഹരി കടത്തിൻ്റെയും വാഹന മോഷണത്തിൻ്റെയും കണ്ണികളാണ് അവർ. ഈ പിന്നീട് ഏത് ഘട്ടത്തിലാണ് താങ്കൾക്ക് ഇപ്പോൾ മകൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായത്? അത് പയ്യൻ്റെ ഒരു ശല്യം സഹിക്കാതെ പയ്യൻ വീട്ടിൽ വന്നു ഒരു ദിവസം. അങ്ങനെയാണ് ഞങ്ങൾ പ്രശ്നം പിടിച്ച് പിന്നെ അങ്ങനെ അതിൻ്റെ പുറകെ ചോടെ പിടിച്ചു പോയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ അതായത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു കാര്യം പോലും അതിലില്ല. ഫുൾ ഡീറ്റെയിൽസ്. അതായത് ഈ മയക്കുമരുന്ന് വലിക്കുന്നത്, അത് MDMA പോലും, മറ്റേ കഞ്ചാവ് വലിക്കുന്നത്, വിൽക്കുന്നത്, വണ്ടി മോഷണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഇവരെ പല ഗ്രൂപ്പുകളിലായിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം ഡൗൺലോഡ് ചെയ്ത് സാർ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്കൂളിൽ പഠിക്കുന്ന, അതായത് ഒരു
പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ അവർ ടൂർ പോകുമ്പോൾ ഇവനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1 ലിറ്റർ മാംഗോ ചില്ലി വേണം. അത് 8ാം ക്ലാസ്സിലെ പെൺകുട്ടികളാണ് പറയുന്നത്. അതിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പിന്നെ 2 പെൺകുട്ടികളുടെ ഫോട്ടോ, അപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങാണ് അതിൽ. നമുക്ക് ഒരു തെറിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് ഇവളെ മറ്റവർക്ക് വിറ്റാലാന്ന്. പിന്നെ വേറൊരു ചാറ്റിങ്ങിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ കുട്ടികൾ ആളെ കൊല്ലണ കണ്ടില്ലേ, അതൊന്നും വെറുതെ സംഭവിച്ചു പോണതല്ല. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിൽ ആ ചാറ്റിങ്ങിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളെ കൊല്ലണ ഇതേതാണ് എന്താ പറയണ ചാനലല്ല അത്. അപ്പോൾ ഇവർ മറുപടി അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് അതൊന്നും. അപ്പം അങ്ങനെ ഇത്തരം പിള്ളേരുടെ അന്വേഷണങ്ങളെല്ലാം ഈ രീതിയിലാണ് പോകുന്നത്. അല്ല, പിന്നെ ഈ മകൾ ഇങ്ങനെ പ്രശ്നത്തിൽപ്പെട്ടു, ഇപ്പൊ താങ്കൾ പറയുന്നത് അവരറിയാതെ തന്നെ മയക്കുമരുന്നിന് അടിമയായി എന്ന് അറിഞ്ഞ ശേഷം ഈ പയ്യന്റെ കാര്യവും താങ്കൾ അന്വേഷിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇപ്പോൾ ഈ പയ്യൻ ഈ അന്തർ സംസ്ഥാന ലഹരി വിൽപ്പന അല്ലെങ്കിൽ ആ മാഫിയയുടെ ഏജന്റിൽ പെട്ട കണ്ണിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് താങ്കൾക്ക് എന്തെങ്കിലും ഭീഷണിയോ ഇതറിഞ്ഞ ശേഷം താങ്കളെ അവർ സമീപിക്കാൻ ശ്രമിക്കുകയോ വിരട്ടുകയോ എന്തെങ്കിലും ചെയ്തോ? ഇവർ അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞു, ഇനി ഏത് പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാലും ഞാനത് പോലീസിൽ പരാതിപ്പെടും, മാധ്യമങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് തെറിയാണ് തിരിച്ചെഴുതി കിട്ടും. ഞാനത് അങ്ങനെ തന്നെ പോലീസിന് കൊടുത്ത് ഈ കുട്ടീനെ വിളിപ്പിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്നോടുള്ള ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ദേഷ്യമൊക്കെ അവർക്ക് നിൽക്കണ്ട. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വരെ ഇതിൻ്റെ വിൽപ്പന വളരെ വ്യാപകമായിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും ഈ രാസലഹരി വസ്തുക്കൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ലഹരി മാഫിയയുടെ വല നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ നിലയിൽ നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ എക്സൈസിനെയാണ്, പോലീസിനെയാണ്, അവരുടെ അന്വേഷണ വിഭാഗങ്ങളെയാണ്. അപ്പോൾ താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായ ശേഷം പോലീസിനെയും എക്സൈസിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ട് എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? അവരും ഇതിപ്പോൾ മൈനേഴ്സ് ആയതുകൊണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു. അവർ അന്വേഷണങ്ങളും ഇടപെടലുകളൊക്കെ നമുക്ക് തൃപ്തികരമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള നടപടി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷേ അവരുടെയൊക്കെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതായത് ഈ 18 വയസ്സെന്നുള്ള സംഭവം ഉണ്ടല്ലോ സാർ, അതൊന്നും മാറ്റണം. അതൊന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടമായി. പിള്ളേരുടെ എല്ലാ വളർച്ചയിലും മാറ്റം വന്നു. അപ്പോൾ ഈ 14 വയസ്സ് 15 വയസ്സ് 16 വയസ്സ് എന്നുള്ള ആ പേരിൽ മാത്രം ഇവർ രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷെ ആ ഒരു വയസ്സിൻ്റെ ഒരു ഘടകമാണ് ഇവർ ഇത്തരം കണ്ണികളാക്കുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാറുണ്ട് താങ്കളുടെ പക്കൽ നിന്നും. പക്ഷേ നമുക്ക് മറ്റു അതിഥികൾ കൂടിയുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരും. ജോർജ് ജോസഫ് സാർ, ഇന്നിപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകളുടെ ഒരു 1/4 പങ്കും പലയിടങ്ങളിലായി നടന്നിരിക്കുന്ന ലഹരി വേട്ട, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലഹരിപ്പൊതി വിഴുങ്ങി ഒരാൾ മരിച്ച സംഭവം, എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം, ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജ് ജോസഫ് സാർ, നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും ഗോവയിൽ നിന്നാണെങ്കിലും ഇതെല്ലാം ഈ ലഹരി വസ്തുക്കളൊക്കെ വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന പാൻപരാഗ് അല്ലെങ്കിൽ ഈ അത്തരം വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനം, ഇതിൻ്റെ വ്യാപാരം, ഇതിലെ കണ്ണികളാക്കപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ വളരെ അനായാസം, ഇത് വളരെ സുലഭമായി ഈ വസ്തുക്കൾ കിട്ടുന്ന തരത്തിലേക്ക് അനായാസം ഇതിൻ്റെ വ്യാപനം സാധ്യമാകുന്ന തരത്തിൽ അത്രത്തോളം നിഷ്ക്രിയമാണോ ഇതൊക്കെ പരിശോധിക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ? ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളൊക്കെ പാഴ്ശ്രമങ്ങളല്ലേ? എങ്ങനെയാണ് അതൊക്കെ വിജയം കാണാൻ പോകുന്നത് ഉറച്ചൊരു സംവിധാനം നമുക്കില്ലെങ്കിൽ? ഉറച്ച് സംവിധാനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഫലപ്രദമാകുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ 2 തലമുറ നശിച്ചു കഴിഞ്ഞു. അതിവിടുത്തെ സാമൂഹിക പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അംഗീകരിക്കുന്നില്ല. ഇതിൻ്റെ ബേസ് സ്കൂളും കോളേജും തന്നെയാണ്. അവിടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു തലമുറ, അത് ഈ തലമുറയല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ അപ്പന്മാരും ആ തലമുറ ഉൾപ്പെട്ടവരാണ്. അവരാണ് ഈ കേരളത്തിലെ ഇപ്പം എന്ന് പറയാൻ 2 തലമുറ 45 വയസ്സിനകത്തുള്ളവർ. അതാണ് ഞാൻ പറയുന്നത്.
കാരണം ഇനി അത് ആ തലമുറ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർക്കൊന്നും അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ്. നല്ലതായിട്ട് ഭാഷ എഴുതാൻ അറിഞ്ഞുകൂടാ, അത് വായിക്കാനും അറിഞ്ഞുകൂടാ, മുദ്രാവാക്യം വിളിക്കാൻ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. കാരണം കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല സ്കൂൾ കോളേജുകളിൽ. അവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ 2 തലമുറയാണ്. ആദ്യത്തെ തലമുറക്കാരെല്ലാം മന്ത്രിമാരും MLA ഒക്കെ ആയി പോയി കഴിഞ്ഞു. രണ്ടാമത്തെ തലമുറയിൽപ്പെട്ടവർ അതിലപ്പുറം കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രക്ഷപ്പെടുത്താൻ മാർഗങ്ങളുമില്ല. കാരണം പോലീസ് ശക്തമായിട്ടും അതുപോലെ എക്സൈസും അതിശക്തമായി നേരത്തെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന 10 കിലോ ആണെങ്കിൽ ഇപ്പോൾ 1000 കിലോയിലേ പിടിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ പോലീസും ഇവരും മാത്രം കൊണ്ട് നമുക്കിതിനൊരു പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 2 തലമുറയും നശിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ. പൂക്കോട് നടന്നത് എന്താണ്? ഓരോ കോളേജിലും നമ്മൾ നോക്കിക്കോളൂ. കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ MDMA കഴിച്ചിട്ടും അദ്ദേഹം ഒരു പേരൻ്റ് പറഞ്ഞല്ലോ, ചില MDMA സിന്തറ്റിക് കഴിച്ചാൽ അത് കൊന്ന് പോകുന്ന ഒരു ചിന്തയാണ് വരുന്നത്. അതാണ് ഇത്രയും വലിയ. നമുക്ക് അഫാൻ്റെ കേസ് തന്നെ എടുത്തോളൂ. ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും പലരും പക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് കൊല്ലാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അവന് ഇപ്പോഴും ഉണ്ട്. അത് പോലീസ് കസ്റ്റഡിയിലായാലും ശരി, ജയിലിൽ കിടന്നാലും ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് സൃഷ്ടിച്ചത് അത് ഡ്രഗ്സ് തന്നെയെന്നാണ് ഞാൻ പറയുന്നത്. ആ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് സ്വല്പം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ അത് ബ്ലഡിൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ 2 തലമുറ നശിച്ചു പോയി. ഇനി 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അത് പേരൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് നിന്നാൽ അവരെ നമുക്ക് ആ തലമുറ വെളുപ്പം രക്ഷപ്പെടുത്തി എടുക്കാം. കാരണം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ ഒരു സാധനം കിട്ടാനായിട്ട് അവർക്ക് അതിൻ്റെ ശൃംഖലകളുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കേരളത്തിൽ തന്നെയാണ് ആവശ്യമില്ല. 15 മിനിറ്റിനകം എവിടെ വേണേലും ഇപ്പം മൂന്നാറിലുള്ള ഒരാൾക്ക് ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വിളിച്ചു പറഞ്ഞാൽ അത് ശൃംഖല ആത്മം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ എത്തിച്ചിരിക്കും. അതാണ് 15 മിനിറ്റ് എന്നുള്ള സമയത്ത് നമുക്ക് കിട്ടും. പല 2 വീലേഴ്സും പല ഓട്ടോ ഡ്രൈവറും നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നവർ പലരും ഇതിൻ്റെ ഏജൻറ്റുകളാണ്. എവിടെ നിൽക്കുന്നു അവിടെ മെസ്സേജ് എത്തും. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് കൈ കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നടക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലായി കഴിഞ്ഞാൽ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒറ്റ കാര്യമൊന്നും ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. അതായത് തിരുവല്ലയിൽ ഒരു 3.5 ഗ്രാം MDMA ഒരു യുവാവ് പിടിയിലായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പിന്നീട് അന്വേഷിച്ചപ്പോൾ 10 വയസ്സുകാരനായ മകൻ്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അത് ഒട്ടിച്ച് MDMA ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നത് രക്ഷിതാവാണ് നമ്മുടെ കേരളത്തിൽ. പിന്നെ ഞാൻ ഈ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് പറയാൻ ഒരു കാരണം, ജോർജ് സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു വടക്കാഞ്ചേരി സ്വദേശിയായിരുന്ന ഷഹബാസിൻ്റെ. അപ്പോൾ ഷഹബാസ് ഈ ലഹരിയിൽ അടിമപ്പെട്ട് അതിൽ കുടുങ്ങിപ്പോയ ഒരാളായിരുന്നു. അതിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്നാണ്. അയാൾ പറഞ്ഞത് ലഹരി കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞപ്പോൾ ജയിൽ മുറിയിലെത്തി ലഹരി വസ്തുക്കൾ എന്നാണ്. ജയിൽ മുറിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ടെത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അല്ല, നമ്മുടെ അയഞ്ഞ സമീപനം, ജയിലിനകത്ത് കൊലക്കേസ് ചെയ്ത് കിടക്കുന്ന ആൾക്ക് എത്ര വേണേലും അവിടെ ഇപ്പം MDMA ലഹരി മരുന്നോ കഞ്ചാവോ എന്ത് വേണേലും കിട്ടും. അങ്ങനെ അങ്ങ് പോയി. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. അടിസ്ഥാനപരമായി എല്ലാ രംഗത്തും അപജയം സംഭവിച്ച് കഴിഞ്ഞു പോയി. അത് ജയിലിലായാലും ശരി, ജയിലിൽ പിടിച്ചിട്ടാൽ അവർക്ക് എല്ലാവർക്കും സുലഭമായിട്ടല്ല സാധനം. ജയിൽ ജീവനക്കാരൊക്കെ ഇതിൻ്റെ ഒരു കൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. അവിടെ ചെറിയൊരു വിഭാഗം ആൾക്കാർ ഓണസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ട്, മറ്റവർ തല്ലിക്കൊല്ലും അവരെ. കേരളം അതുപോലെ അതപ്പതിച്ചു പോയി. ഇത് പറയാതിരിക്കാൻ ഒക്കില്ല. ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞ് അത് ഈ SFI നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. കാരണം അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ തലമുറ മുഴുവൻ നശിപ്പിച്ചത്. അത് പ്രോഹിബിറ്റ് ചെയ്യേണ്ട പാർട്ടിയാണ്. അത് DYFIക്കാരെ പറ്റി ഞാൻ പറയുന്നില്ല. ഈ SFIക്കാർ എന്താണ് അവർ കാണിച്ച പോക്കോടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ആ ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നതിന് അതൊക്കെ എന്താണ് ആ വയലൻസിലോട്ട് പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം? അത് ഡ്രഗ്സ് തന്നെ. അവിടെ ഞാൻ ഒറ്റ കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ ജോർജ് ജോസഫ് സാർ, ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇപ്പോൾ റാഗിംഗ് പോലെയുള്ള സംഭവങ്ങൾ അത് ക്രൂരമായ നിലയിലേക്ക് പോകുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ ഈ കോളേജ് ക്യാമ്പസിനകത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, ഇതൊക്കെ ഒരു കാലത്ത് ലഹരിക്കെതിരെയും ലഹരിയുടെ ഈ തരത്തിലുള്ള രാസലഹരി വസ്തുക്കൾക്കെതിരെയുമൊക്കെ നിലപാടെടുക്കുകയും ക്യാമ്പസുകളിൽ വളരെ നവീകരണത്തിൻ്റെ ഒരു ശബ്ദമായി മാറുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ പറഞ്ഞ SFIയോ KSCയോ ABVP എന്നുള്ളതല്ല, ഏത് വിദ്യാർത്ഥി സംഘടന ആയാലും അങ്ങനെയൊക്കെ ഒരു നല്ല കാലം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത ഒരു കാലം അവർക്കുണ്ടായിരുന്നില്ലേ?
ഇപ്പോൾ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ മാത്രം പഴി പറയുന്നതിൽ കാര്യമുണ്ടോ ജോർജ് ജോസഫ് സാർ? ആ കാര്യമുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്ര മഹാരഥന്മാരെ കേരളം കണ്ട ബുദ്ധിജീവികളെല്ലാം വന്ന സ്ഥലമല്ലേ? അവിടെയല്ലേ ഏറ്റവും കൂടുതൽ അധികം കുട്ടികളെ പീഡിപ്പിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് ഒത്തിരി ഏറുകൊണ്ട മനുഷ്യനാണ്. സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ധാരാളം ഏറുകൊണ്ടിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾക്ക് എനിക്കത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പറ്റിയതല്ല, ഇത് പ്രോഹിബിറ്റ് ചെയ്യണം. ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ആ ക്യാമ്പസിൽ നിന്ന് വലിയ വലിയ ആൾക്കാർ വന്നെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ക്യാമ്പസിൽ നിന്ന് വരുന്നെല്ലാം ക്രിമിനൽസാണ് ഭൂരിപക്ഷം ആൾക്കാർ. അവിടെ പഠിക്കാനൊന്നും അല്ല, മുദ്രാവാക്യം വിളിക്കാനാണ്. ഇത് നിരോധിക്കേണ്ട സമയം എത്രയോ നാളുകൊണ്ട്. കോളേജ് രാഷ്ട്രീയം എന്തിനാണ്? രാഷ്ട്രീയത്തിൽ ഇത്ര വലിയ സംവിധാനം എന്തിനാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ അതിന് ഇത്ര സംവിധാനം എന്തിനാണ് ഇന്ത്യയിൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ഇതെല്ലാം വ്യവച്ഛേദിച്ച് കാണാനും അവർക്ക് അതിനുള്ള ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ട്. അവർ ചെയ്തോളും. എന്തിനാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ രാഷ്ട്രീയം കലർത്തി വിടുന്നത്? അത് നിർത്തണം. അത് ഏത് പാർട്ടിക്കാരായാലും ശരി, അത് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം നശിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, നേരത്തെയൊക്കെ നശിക്കൂ എന്നേ പറയുള്ളായിരുന്നു, ഇപ്പം നശിച്ചു കഴിഞ്ഞു. അതിനൊക്കെ ഏതൊക്കെ നമ്മൾ ഓരോന്നെടുത്ത് നോക്കി, എല്ലാ ജില്ലകളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ നമ്മൾ ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് കണ്ടത് എന്താണ് കണ്ടത്? ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ കുട്ടികൾ ചെയ്തത്. ദേഹം മുഴുവൻ വരിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക, അതിനകത്ത് മറ്റ് സൊല്യൂഷൻസ് ഒക്കെ ഒഴിക്കുക, അവൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ ഡമ്പൽ കെട്ടി തൂക്കുക. ഇതൊക്കെ ഏത് രാജ്യത്താണ് നമ്മൾ കണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിലെങ്ങും ഒരിടത്തും ഇല്ല. അപ്പം കുട്ടികളെല്ലാം അവരെ മാനസികമായി വളർന്നിരിക്കുന്നത് ക്രിമിനാലിറ്റി സൈഡിലോട്ട് മാത്രമുള്ള വളർച്ചയുള്ളൂ. ഇവിടെ പഴയ പൂർവികരായ അല്ലെങ്കിൽ നമ്മുടെ പൂന്താനം പോലെയുള്ളോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്ന ആ കവികളെയോ ആ സാംസ്കാരിക നായന്മാരെ പറ്റിയൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് ചെകുവേരയും മറ്റുമൊക്കെയാണ് വിപ്ലവം ഉണ്ടാക്കുന്നത് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ നശിച്ചല്ലോ, ഇനി എന്താ നശിക്കാനിരിക്കുന്നത്? അപ്പോൾ ഇനി അടുത്ത 5ാം ക്ലാസ് വരെയുള്ള ആൾക്കാരിലെ പ്രതീക്ഷിച്ചർപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം നശിച്ചു. അത് തന്നെയല്ല, പെൺകുട്ടികളും ആ ലെവലിൽ വന്നല്ലോ. കാരണം കൊല്ലത്ത് തന്നെ കണ്ടില്ല, നഴ്സിംഗ് കോളേജിൽ ഒരു കൊച്ചു മോളിൽ നിന്ന് എടുത്ത് ചാടിയത് സീനിയർ 3 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിട്ടല്ലേ ചാടിയത്. അവന് എവിടെ അല്ലാത്തത്? പിന്നെ നമ്മളിപ്പോൾ അഫാൻ്റെ വളർച്ച കണ്ടില്ലേ? ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മൾ അഫാൻ്റെ വളർച്ച. കാരണം അയാൾ 5 പേരെയാണ് കൊന്നിരിക്കുന്നത്, അയാൾക്ക് ദുഃഖമില്ല, ഒന്നുമില്ല. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പറഞ്ഞു? അയാൾ ഡ്രോപ്പ് ഔട്ടാണ് സ്കൂൾ അല്ലേ? അപ്പോൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു. അതല്ലേ അയിരൂര് നമ്മൾ എന്താ കണ്ടത്? അയിരൂര് എന്ന് പറഞ്ഞാൽ വെള്ളറയ്ക്കടുത്ത് അപ്പൻ്റെ കഴുത്തറക്കുന്ന മകനെയല്ലേ കണ്ടത് നമ്മൾ. അപ്പം കുട്ടികൾക്കൊന്നും ശാസ്ത്രബോധം എന്ന് പറയണതില്ല. അത് സംഘടനാ ശക്തിയും അതുപോലെയുള്ള മുദ്രാവാക്യം വിളിച്ച് എന്തും കോളേജിനകത്ത് കാണിക്കാമെന്ന്. അത് നാട്ടിൽ കാണിച്ചാൽ നാട്ടുകാർ ഇടപെടും, കോളേജിനകത്ത് കാണിച്ചാൽ അവിടെ പോലീസ് കയറത്തില്ല അധികം. അപ്പം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയത് തന്നെ അത് രാഷ്ട്രീയം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നത്. ആ കുട്ടികളെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സംവിധാനം, കോളേജ് ഹോസ്റ്റല് അല്ലെങ്കിൽ കോളേജിലെ സ്കൂളിലെ പരിച്ഛേദം രാഷ്ട്രീയം പ്രൊഹിബിറ്റ് ചെയ്യണം. കുറെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗം ശരി. ഏതായാലും ജോർജ് ജോസഫ് സാർ, നമുക്കത് വിശദമായി സംസാരിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ലഹരി മാഫിയകൾ കേരളത്തിൽ ഇങ്ങനെ വിലസുന്നതിന് കാരണക്കാരായി രാഷ്ട്രീയക്കാരെ എങ്ങനെ കാണാൻ കഴിയും എന്നതാണ് ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ ഗോപിനാഥ് മുതുകാട്, സ്വാഗതം താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നിയാണ് എനിക്ക് താങ്കളോട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളത്. ജോർജ് ജോസഫ് സാർ ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, കുട്ടികളെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനി 5ാം ക്ലാസ് തൊട്ടുള്ള തലമുറയെക്കുറിച്ച് മാത്രം ഇനി നമ്മൾ ഗവനിച്ചാൽ മതി, ബാക്കിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല, കുറേ കാര്യകാരണങ്ങൾ അദ്ദേഹം നിരത്തി. 2ാമത്തെ കാര്യം, ഇതെവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും കാണുന്നതാണോ ഈ സംഭവങ്ങൾ എന്ന് അദ്ദേഹം ചോദിച്ചു. കേരളത്തെ മാത്രം ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്. ഇപ്പോൾ മാജിക്കിലൂടെയൊക്കെ പലതരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളൊക്കെ താങ്കൾ ഇതിനു മുൻപ് പല വിഷയങ്ങളിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇനി അങ്ങോട്ട് ഫലം കാണാത്ത തരത്തിലേക്ക് ഉള്ള പ്രതിസന്ധിയാണോ ശ്രീ ഗോപിനാഥ് മുതുകാട് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന അഹമ്മദാബാദിൽ നിന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റില് പ്രോഗ്രാമുമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ചേർത്ത് വെച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഞാനിപ്പോ ഓടിപ്പാഞ്ഞ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. നോക്കൂ, ജോർജ് ജോസഫ് സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അതിനെല്ലാം ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം,
നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങണമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ പോലീസ് എക്സൈസിന്റെ ലഹരി വേട്ട കൃത്യമായിട്ട് കേരളത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും ഇപ്പോഴല്ല, കുറെ മുമ്പ് നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം ഇപ്പൊ നമ്മളൊരു വലിയ ആപത്തിൽ പെട്ടതിന് ശേഷം, ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇനി ഈ കാര്യങ്ങൾ ഇനി പാസ്റ്റിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇപ്പോ ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഇവിടെ ഞാൻ IIM വന്നത്. ഇവിടെ വന്ന സമയത്ത് ഇതൊരു വലിയ സ്ഥാപനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ പകൽ പോലെ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇവിടെ തുറസായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പകൽ പോലെ തന്നെ പകൽ വെളിച്ചമുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞാനൊരു കൗതുകത്തിന് അവിടെ എന്നെ കൊണ്ടുപോയ ആളുകളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ രാത്രി സമയത്ത് ഈ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? അപ്പൊ അവർ പറഞ്ഞത്, ഇവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. ഇവിടെ പറയുന്നത് ഇവിടെ ഇതുവരെ റാഗിങ്ങോ അങ്ങനത്തെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് അവിടെ സ്മോക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ പോലും കാണാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കുട്ടികൾ ടോട്ടലി എൻഗേജ്ഡ് ആണ്. രാവിലെ 8:45 അവർക്ക് ക്ലാസ് റൂം തുടങ്ങും. കൃത്യസമയത്ത് ക്ലാസ്സിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ റൂം അടയ്ക്കും, വാതിലടയ്ക്കും. ഇന്ന് രാത്രി മുഴുവൻ അവർക്ക് കേസ് സ്റ്റഡീസ് ഉണ്ട്. രാവിലെ ആകുമ്പോഴേക്കും അത് പ്രസന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു കാര്യം, ഇത് എല്ലാവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി, അതിനകത്ത് പൊളിറ്റിക്സോ മറ്റുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോ നമ്മൾ സമൂഹം മുഴുവൻ എല്ലാ മേഖലയും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകും. അതുമല്ല, ഇത് എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഒന്ന്, ഇതിന്റെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഇതിന്റെ ആ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറച്ചിലില്ലാത്തൊരവസ്ഥ, അതായത് പാരന്റ്സും കുട്ടികളും തമ്മിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു വല്ലാത്ത ഗ്യാപ്പ് ഉണ്ട്. അതെല്ലാം തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ. നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തെങ്കിലും 1 മണിക്കൂറെങ്കിലും പാരന്റ്സും മക്കളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന ഒരു അന്തരീക്ഷം നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് തമാശ പറയുകയും പണ്ടുണ്ടായിരുന്ന ആ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ, മനഃപൂർവ്വം നമ്മുടെ വീടുകളിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു ചോദ്യം അതാണ്. പിന്നെ ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ നിയമത്തിന്റെ ശക്തമായിട്ടുള്ള വരവ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. ആ നിയമം വളരെ കർക്കശമായിട്ട് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എവിടുന്നാണ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, എവിടത്തേക്കാണ് പോകുന്നത് അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഈ എന്താ പറയാ, കുട്ടികൾക്ക് ഇപ്പോ ഈ സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം, സഹനം എന്ന് പറയുന്ന സാധനം ഇല്ല. അവർക്കിപ്പോ നമ്മൾ ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ തലമുറ മുഴുവൻ പിറന്നു വീണത് ഡിജിറ്റൽ ലോകത്തേക്കാണ്. അപ്പൊ അവരുടെ വിരൽത്തുമ്പിലെല്ലാം അവൈലബിൾ ആണ്. അവരൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാത്ത അത്രമാത്രം കാര്യങ്ങൾക്ക് അവർ അറിയാൻ സാധിക്കും. ഭക്ഷണം ഓർഡർ ചെയ്യണോ, 1 സെക്കൻഡ് കൊണ്ട്. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ പോയിട്ട് ഒരു ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയോ കാത്തിരിക്കേണ്ട, ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ട അവസ്ഥയുള്ളപ്പോ ഇന്ന് വിരൽത്തുമ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അത് ഡോറിന് മുമ്പിലേക്ക് എത്തും. അപ്പൊ ഇവർക്കൊന്നും കാത്തിരിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എവിടെയെങ്കിലും പോയിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഓൺലൈനിൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഒന്നിനും കാത്തിരിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ബുദ്ധി അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് അവർക്ക് ഒന്നിനും കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു കാത്തിരിപ്പ് പോലും, അതായത് ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനകത്ത് സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഇതിന് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഈ ലഹരിയുടെ പ്രശ്നം മാത്രമല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. വീടുകളിൽ ഇപ്പോ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അപ്പോ ഞാനടക്കമുള്ള പാരന്റ്സ് നമ്മുടെ മക്കൾക്ക് മുമ്പിൽ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ മദ്യം കഴിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ നാളെ ചെറുത്ത് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, ഓരോ വീട്ടിലും ഓരോ പാരന്റ്സും ചിന്തിക്കുക, ഇത് നാളെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ മക്കളും ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ചത് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഭാവിയെ
കുറിച്ചാണ്, ഭാവിയിൽ എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്. ഒരു വലിയ പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ 24 ചാനൽ നടത്തുന്നത് പോലെ തന്നെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കരുത്. ഇത് നിരന്തരമായിട്ടുള്ള ചർച്ചകൾ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, അതിനകത്ത് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്ന വയലൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം അവരുടെ കാഴ്ചകളിൽ, അവരുടെ കേൾവികളിൽ, അവരറിയുന്ന കാര്യങ്ങളിൽ, അവർ കാണുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും അവരുടെ ബ്രെയിനിലേക്ക് അതിന്റെ ഇമേജസ് കടന്നുകൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിനകത്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ശ്രീ ഗോപിനാഥ് മുതുകാട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷാജിയൻ കരുൺ പറഞ്ഞത്, അതായത് ഈ വയലൻസിനെ ഉപയോഗിക്കുന്ന സിനിമകളെ ലഹരി ഉപയോഗിക്കുന്നതിന് സമമായി കണ്ട് അതിനെതിരെ നടപടി വേണമെന്ന്. എനിക്ക് തോന്നുന്നു താങ്കളെ പോലുള്ള ആളുകൾക്കൊക്കെ ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നവരായിരിക്കും താങ്കളെ പോലുള്ളവരും എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഞാനൊരു മജീഷ്യൻ ആണെങ്കിൽ എനിക്ക് സമൂഹത്തോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു പരിപാടിയിലൂടെ ഞാൻ ഇത്തരം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ചീത്ത ചിന്താഗതികളോ ഇത്തരം ക്രൈമുകളോ ഇതൊന്നും പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് ആളുകളോട് സംസാരിക്കുന്ന ഒരു വാക്കിലാണെങ്കിൽ പോലും, എന്റെ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ പോലും ഒരു നന്മയുടെ സന്ദേശം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് അത് പതിയും. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈ താരങ്ങളെയൊക്കെ ആളുകൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുകയും അവരുടെ രീതിയിലേക്ക് മാറുകയും അവരുടെ വേഷം ധരിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊക്കെ സ്വാഭാവികമായിട്ടും ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ആ ആർട്ടിസ്റ്റിന് സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങള് ഈ ഒരു ഇളം പ്രായത്തിൽ തന്നെ, ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ ഇളം പ്രായത്തിൽ തന്നെ ഒരു 15 വയസ്സിനോ അല്ലെങ്കിൽ ആ പ്രായത്തിന് മുമ്പ് തന്നെ അവർ വേറെ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇനിയുള്ള ഒരു കാലത്ത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട്, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്, സമൂഹ ജീവികളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അതിലൊക്കെ അപ്പുറം വീടുകളിലുള്ള മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ തുടങ്ങേണ്ടത് അവിടെയാണ്. തുറന്ന പറച്ചിലുകൾ, വർത്തമാനം പറയലുകൾ, അവര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നതോ ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാൻ സാധിക്കുക? അച്ഛനും അമ്മയ്ക്കുമാണ് അറിയാൻ സാധിക്കുക. അവരുടെ സ്വഭാവത്തിൽ വരുന്ന വൈകൃതങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് പാരന്റ്സിന് തന്നെയാണ്. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങളിലുള്ള തുറന്ന പറച്ചിലുകളും ചേർത്ത് പിടിക്കലുകളും, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, ആ സ്നേഹം അന്വേഷിച്ചുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അപകടമാണ്. ആ ഒരു രീതിക്ക് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ കേരളത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് കേരളത്തിൽ അടിയന്തരമായി പരിഹാരം കാണേണ്ടുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ ലഹരി ഉപയോഗവും അതിൻ്റെ വ്യാപാരവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർന്നു വരികയാണ്. അവിടെയാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി നിയമസഭയിലും വന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അപ്പോൾ പറഞ്ഞത്, ഈ ലഹരി മാഫിയകൾക്കെതിരെ ഒരു ജനകീയ പ്രതിരോധം സൃഷ്ടിക്കേണ്ട സമയമായിരിക്കുന്നു. അതായത് മതസംഘടനകൾ, സാമുദായിക നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ ഇവരെല്ലാവരും ചേർന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ കൂട്ടരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ളൊരു ജനകീയ പ്രതിരോധത്തിന് സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഒരു ചെറിയ കുറ്റപ്പെടുത്തൽ അതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ഈ ലഹരി മാഫിയകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ കേരളത്തിലെ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ സർക്കാർ അവർക്കൊരു രക്ഷാകർതൃത്വം നൽകുന്നു എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ലഹരി മാഫിയകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷാകർതൃത്വം രാഷ്ട്രീയ പാർട്ടികൾ, ഉന്നതർ, അതേത് സംവിധാനങ്ങളിലെയും അവരിതിനോട് അരികു ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന ഒരു സംശയം താങ്കളെ പോലൊരാൾക്കുണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ, ഈ സാമൂഹിക പ്രശ്നങ്ങൾ നിരീക്ഷിക്കുമ്പോൾ? ശ്രീ ഗോപികൃഷ്ണൻ, 3 കാര്യങ്ങൾ. ഒന്ന്, 2016 5900 കേസുകളാണ് നമ്മുടെ കേരള പോലീസ് NDPS രജിസ്റ്റർ ചെയ്തത്. 6000 ഒന്ന് കൂട്ടാം. 2022 ആയപ്പോ അത് 26,000 27,000 കേസായി. 400% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 4 ഇരട്ടിയോളം വർദ്ധിച്ചു. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സ്റ്റഡിയിൽ 10നും 15നും, ഓർക്കുക 10നും 15നും ഇടയ്ക്ക്, 5ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികൾ 70% ഈ ഫസ്റ്റ് കൺസംഷൻ ഏജ് എന്ന് പറയുന്നത് ആ പ്രായത്തിലെയാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൊന്ന് നമ്മുടെ കേരളത്തിലാണെന്ന് വ്യത്യസ്ത കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അപകടകരമായ ഒരവസ്ഥയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2,
ഫ്ലവേഴ്സ് ന്യൂസ് 24-നും അതോടൊപ്പം അവിടെ ശ്രീ ഗോപികൃഷ്ണനും അവിടെ എത്തിയിരിക്കുന്ന ആ പിതാവിനും എത്ര നന്ദിയും പ്രണാമവും പറഞ്ഞാലും മതിയാവില്ല. അതേപോലത്തുള്ള പേരൻസ് കൂടുതലായി വരണം. അവരുടെ പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിന് സംഭവിച്ചതും തുറന്നു പറയണം. കാര്യം ഈ യുദ്ധം നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണം. ഒരു കാര്യം ഓർക്കുക, എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് മറ്റൊരു അഭിപ്രായം കാണും. SFIയെ കുറിച്ച് SFIയുടെ ആശയപരമായി വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ SFIയും KSUവും ABVPയും MSFും എല്ലാം നമ്മുടെ അഭിമാനങ്ങളാണ്. അവർ ഈ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ വേണം. യുവാക്കളെ യുവതികളെ മാറ്റി നിർത്തി നിങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ നല്ലതാണ് എന്ന ഹോളിയർ ദാൻ ദോ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. ഞങ്ങളെല്ലാം ഭയങ്കര പ്രേം നസീറിന്റെ കാലത്തെ നന്മയുള്ളവരായിരുന്നു, നിങ്ങളെല്ലാം മറ്റേതാണ് എന്ന ആറ്റിറ്റ്യൂഡ് എടുത്താൽ നമ്മുടെ യുവജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കില്ല. ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ എന്ന ഗവൺമെന്റ് ബോഡിയുടെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഞങ്ങൾ 421 കോളേജുകളിൽ 2 വർഷം കൊണ്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ആ അനുഭവത്തിലൂടെ പറയുന്നത് പോലീസുകാരടക്കം ഒരുപാട് പേർ ഇതിന്റെ ഭാഗമായി അവയർനെസ് സെഷൻ വരുന്നുണ്ട്. ഇതിന് 2 സൈഡുണ്ട്. ഒന്ന് സപ്ലൈ സൈഡാണ്, 2 ഡിമാൻഡ് സൈഡാണ്. ഇതിലെ സപ്ലൈ സൈഡ് കട്ട് ചെയ്യാൻ ഗവൺമെന്റ് അടക്കം ഒരു മുൻകൈ എടുക്കണം. ഇതിന്റെ ഡിമാൻഡ് സൈഡിലാണ് നമുക്കൊക്കെ കൂടുതൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. മുതുകാട് സാറിന്, ജോർജ് ജോസഫ് സാറിന്, അങ്ങേക്ക്, എനിക്ക് ഒക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഈ ഡിമാൻഡ് സൈഡ് പരമാവധി കുറയ്ക്കുന്നത് നമ്മൾ അവയർനെസ്സിലൂടെ, ആന്റി ഡ്രഗ് പ്ലഡ്ജിലൂടെ, പേരന്റ് കണക്ട് ടു സ്കൂൾ ആൻഡ് കോളേജിലൂടെ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ തന്റെ മകനെ പോലീസ് പിടിച്ചപ്പം പോലീസുകാർക്ക് നന്ദി പറയുന്ന ആറ്റിറ്റ്യൂഡിലൂടെയാണ്. അദ്ദേഹം മകനെ തെള്ളിപ്പറയുകയല്ല, പക്ഷേ മകനെ അടക്കം രക്ഷിക്കാൻ ആൾക്കാരത് ചെയ്യുന്നത് പോസിറ്റീവായി എടുത്തുകൊണ്ടാണ്. മുതുകാട് സാർ ഇപ്പൊ IIM അഹമ്മദാബാദിലാണെന്ന് പറഞ്ഞു. ഞാൻ IIMന്റെ ഒരു അലൂമിനയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് IIM അഹമ്മദാബാദിൽ വരുന്നൊരു ആളാണ്. അവിടെ അടക്കം നമുക്കൊക്കെ ആന്റി ഡ്രഗ് അല്ലെങ്കിൽ ആന്റി ഡ്രഗ് പ്ലഡ്ജ് അടക്കമുള്ള പല കാര്യങ്ങളും, ഒരു അവയർനെസ്, ഒരു സോഷ്യൽ മില്യൂ അവിടെ കാര്യമായുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവരെ നമുക്ക് കൂടെ നിർത്താനും ഇവർക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, എത്തിക്കൽ എഡ്യൂക്കേഷൻ വേണം. അവസാന പോയിന്റ് ഓർക്കുക, ഈ ഡ്രഗ്സിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുൽകുന്നത് ക്യൂരിയോസിറ്റി, പിയർ പ്രഷർ തുടങ്ങിയ 2 കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഈ സിനിമയിലൊക്കെ കണ്ട് ഡ്രഗ്സ് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അതിനോടൊരു ആകർഷണം. ഞങ്ങളടക്കം ഡിസൈൻ ചെയ്ത ക്യാമ്പയിൻ അയ്യോ ഡ്രഗ്സ് എന്നല്ല, പകരം അയ്യേ ഡ്രഗ്സ് എന്നാണ്. അതായത് പല കുട്ടികളും ഡ്രഗ്സിനോട് ഒരു ഫാസിനേഷൻ തോന്നുന്നത് നമ്മൾ അയ്യോ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് എന്തോ വലിയ സംഭവമാണ്, നീ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഞാനെന്തോ വലുതാവും, ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് ഈ 10 മുതൽ 20 വയസ്സുവരെയുള്ള കുട്ടികൾ തെറ്റിദ്ധരിക്കുമ്പോൾ അത് മാറ്റി അയ്യേ ഡ്രഗ്സ്, ഇത് ഉപയോഗിക്കുന്നവൻ മണ്ടനാണ്, ഇത് ഉപയോഗിക്കുന്നവൻ ബുദ്ധിശൂന്യനാണ്, വിവരമില്ലാത്തവനാണ് എന്ന തിരിച്ചറിവ് ഇവർക്ക് കൊടുക്കുന്ന അയ്യോ ഡ്രഗ്സിന് പകരം അയ്യേ ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാക്കുക, ഇത് മോശമാണ് എന്ന് ചൂണ്ടി കാണിക്കുക തുടങ്ങിയ ക്യാമ്പയിൻസ് ഉണ്ട്. കേരളം പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ യുവാക്കളെ, യുവതികളെ, കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് വേണം. അവസാനം ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. ഇന്നേക്ക് 225 വർഷം മുമ്പാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നായ ഓപ്പിയം വാർ ഉണ്ടായത്. അതായത് ബ്രിട്ടൻ ചൈനയിലെ ജനതയെ നശിപ്പിക്കാനായി, ചൈനയിലെ യുവജനങ്ങളെ നശിപ്പിക്കാനായി ചൈനയിലേക്ക് കറുപ്പ് കയറ്റി അയക്കുകയും അല്ലെങ്കിൽ ഓപ്പിയം മയക്കുമരുന്ന് കയറ്റി അയക്കുകയും മറ്റും ചെയ്തു. ചൈനീസ് ഗവൺമെന്റും രാജാവും അതിനെ തടഞ്ഞപ്പോൾ ചൈനയോട് ബ്രിട്ടൻ നടത്തിയ യുദ്ധമാണ് ഓപ്പിയം വാർ. ചില ആൾക്കാരെങ്കിലും പറയുന്നത് ഓപ്പിയം വാറിനോട് സമാനം അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിനോട് സമാനമായ സപ്ലൈ കേരളത്തിൽ ഉണ്ടാവുന്നു എന്നാണ്. അവിടെയാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. നമ്മുടെ ഗവൺമെന്റ് കുറെ കൂടെ ശക്തമായ പോലീസിംഗ് ഉണ്ടാകണം. ബാംഗ്ലൂർ വഴി, ഗോവ വഴി അടക്കം പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ വലിയ രീതിയിൽ സപ്ലൈ സൈഡിൽ ഈ MDMA എത്തുന്നു, അല്ലെങ്കിൽ കഞ്ചാവ് ഇവിടെ തന്നെ സുലഭമാണ്, LSD എത്തുന്നു, സിന്തറ്റിക് ഡ്രഗുകൾ എത്തുന്നു എന്ന് ഒരുപാട് ക്രെഡിബിൾ റിപ്പോർട്ട്സ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോൾസിൽ ഒന്ന് MDMA ഒക്കെ കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെയാണ് പിടിക്കുന്നത്. കൊച്ചി സർക്കിളാണ് ഇന്ത്യയിലുള്ള നമ്പർ ഫസ്റ്റ് 5-ൽ വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. ഓർക്കുക, നമ്മുടെ 6 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിന്റെ സമാനമായ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ 1-2 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള തമിഴ്നാടിനോട് സമാനമായ കേസുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഈ 3.5 കോടിയുള്ള കേരളത്തിലുണ്ട്. അപ്പം പഞ്ചാബ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലാണ്. അവിടെ ആരെയും കുറ്റം പറയണ്ട. ഇത് കോൺഗ്രസും CPM-ഉം BJPയും മുസ്ലിം ലീഗും എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് യുവാക്കളെയും യുവതികളെയും വിശ്വാസത്തിലെടുത്ത് ഇത് അവരുടെ ശരീരത്തെയും മനസ്സിനെയും സ്പിരിറ്റിനെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ കൂടെ നിർത്തി നമ്മൾ വിജയിക്കേണ്ട ഒരു വാറാണ്. അങ്ങനെയാണ് ഡിമാൻഡ് സൈഡ് വേറെ, സപ്ലൈ സൈഡ് വേറെ. ഡിമാൻഡ് സൈഡിൽ ഗവൺമെന്റും, സപ്ലൈ സൈഡിൽ മീഡിയയും നമ്മളും പൊതുസമൂഹവും ഒരു പോരാട്ടം നടത്തി മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് മുക്തമാക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സ്ട്രാറ്റജിയും ലോങ് ടേം പ്ലാനും വേണം. ഗവൺമെന്റ്, മാധ്യമങ്ങളൊക്കെ തീർച്ചയായും ഇത്തരം ഇനീഷ്യേറ്റീവുകൾ കുറെ കൂടെ കാര്യമായിട്ട് ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാവില്ല. ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ നമ്മളോടൊപ്പം ചേരുന്നു. തമ്പി സാർ, ഞങ്ങളുടെ
യൂണിറ്റ് അവിടെ എത്താൻ അല്പം വൈകി, ചില ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ താങ്കൾ എത്താൻ വൈകിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു രക്ഷിതാവ് ഉണ്ട്. അദ്ദേഹം നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലെ ഒരു അപകടം പറ്റിയതാണ്, അതിൽ നിന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. പല കാര്യങ്ങളും അദ്ദേഹം പരിശോധിച്ചു. പക്ഷേ ഈ കുട്ടികളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിമകളാകുമ്പോൾ, അതുമല്ലെങ്കിൽ അവർ ഏജന്റുകളാകുമ്പോൾ, കരിയേഴ്സ് ആകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതെ വരുന്നു. കാരണം അവർ മൈനറാണ്, അവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നൊരു ആനുകൂല്യത്തിൽ അവരിൽ പലരും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു സ്ഥിതിവിശേഷമായ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം കേരളത്തിലെ ലഹരി മരുന്നിൻ്റെ, പ്രത്യേകിച്ച് രാസലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവരെ ഉപയോഗിച്ച് ലഹരി കടത്ത് നടത്തുന്നു, വ്യാപാരം നടത്തുന്നു, അവരതിൻ്റെ അടിമകളാക്കി തീർക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിയമത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? കേരളത്തിൽ എപ്പോഴും നമ്മൾ ലഹരി ഉപയോഗത്തിൻ്റെ തോതിലെ വർധന, ഇപ്പം നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ 2016 2024 താരതമ്യം ചെയ്യുമ്പോൾ മൂന്നും എത്രയോ ഇരട്ടി, 5924 കേസുകൾ എന്നത് 27,530 കേസുകളായി വളർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നം, നമ്മൾ പറയുന്നത് കൺവിക്ഷൻ റേറ്റ് കേരളത്തിൽ കൂടുതലാണെന്നാണ്. അത് സംഭവിക്കുന്നുണ്ടോ തമ്പി സാർ കേരളത്തിൽ? അല്ല, കേരളത്തിൽ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് കേസുകൾ വളരെ ക്രമാതീതമായി കൂടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാഹുൽ ഈശ്വറോട് ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഗണ്യമായിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നത് ഓരോ ജില്ലകളിലും. അതിന് നമുക്ക് എറണാകുളം എന്നുള്ളൊരു മെട്രോ സങ്കല്പമൊന്നും അതിന് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറം മുതൽ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പല, തൊടുപുഴ ഉൾപ്പെടെ, വടകര ഉൾപ്പെടെ, നെടുമങ്ങാട് ഉൾപ്പെടെ, കൊട്ടാരക്കര ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കോടതികൾ, ഈ കേസുകൾ അതിവേഗം തീർപ്പാക്കാൻ വേണ്ടി നർക്കോട്ടിക്കിന്റെ സ്പെഷ്യൽ കോടതികൾ വരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഒരാഴ്ച കണക്കിന് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം ക്രൈമുകൾ ക്രമാതീതമായി ഉണ്ടാകുന്നു എന്നുള്ള വളരെ ഭീതിജനകമായ സിറ്റുവേഷൻ ഉണ്ട്. അത് MDMA എന്ന് പറയുന്ന ആക്ട്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ NDPS ആക്ട് വളരെ ശക്തമാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഉദാഹരണത്തിന് MDMA സിന്തറ്റിക് ഡ്രഗാണ്. അതിന്റെ ഒരു കിക്കൊക്കെ 28 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുക, അതിന്റെ ഒരു 10 ഗ്രാമിന് മുകളിൽ പോലും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സാധാരണ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റി, ഇതിൽ 10 ഗ്രാമിന് മുകളിൽ വന്നാൽ പോലും ഈ ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽപ്പെട്ട ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾക്ക് ജാമ്യമില്ല. ബെയിൽ ഇസ് ദ റൂൾ, ജയിൽ ഇസ് ആൻ എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 37 NDPS ആക്ട് പറയുന്നത് ട്വിൻ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്താൽ മാത്രം, അതായത് ഈസ് ഇന്നസെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അയാളെ കളവായി പ്രതിയാക്കിയതാണ്, അയാൾ ഇന്നസെന്റ് ആണെന്ന് ബെയിൽ സ്റ്റേജിൽ തന്നെ അയാൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ബെയിൽ കോടതി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോടതികൾക്ക് ബെയിൽ ഡിസ്ക്രിഷണറി പവർ പോലുമില്ല. അത്തരത്തിൽ വളരെ ശക്തമായ നിയമം NDPS ആക്ടിലുണ്ട്. മിനിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്തരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ മിനിമം പണിഷ്മെന്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 years, മിനിമം 10 years എങ്കിലും. അപ്പൊ കോടതിയുടെ വിവേചനാധികാരത്തെ പോലും കൂച്ചുവിലങ്ങ് ഇട്ടുകൊണ്ട് അതിശക്തമായ നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുള്ളപ്പോൾ പോലുമാണ് ഇത്തരത്തിൽ ധാരാളം കേസുകൾ വരുന്നത് എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അങ്ങ് ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജുവനൈൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രശ്നം. കാരണം നമുക്കറിയാം, ഇത് വലിയ ലാഭം ഉള്ള ഒരു ബിസിനസ് ഫീൽഡാണ്. അതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ ആളുകൾ, കേരളത്തിൽ ഇത്രയേറെ കേസുകൾ ഉണ്ടാകാനും കാരണം, ഇത്രയേറെ ഇഷ്യൂസ് ഈ സിന്തറ്റിക് ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ കാരണം എല്ലാ കൺസ്യൂമർ ഗുഡ്സിന്റെയും ഏറ്റവും വലിയ വിളനിലമാണ് കേരളം. അപ്പോൾ ഇത് വലിയ ലാഭം കിട്ടുന്ന, 100% ഒക്കെ വളരെ ലാഭം കിട്ടുന്ന ഒരു ഫീൽഡാണ്. ഉദാഹരണത്തിന് അതിനകത്തും കള്ളത്തരമുണ്ട്. മെറ്റാമോഫിൻ എന്ന് പറയുന്ന ഒരു സാധനം, അതും വെള്ള ഒരു ഇതാണ്, അത് MDMA എന്ന് പറയുന്നത് വിൽക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ, ഈ ഇത്തിൽ കണ്ണികൾ, ഇത്തരത്തിലുള്ള ഈ കച്ചവടത്തിലൂടെ, ഏത് കച്ചവടത്തിലും കള്ളക്കച്ചവടത്തിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ രംഗത്തും കടന്നു വന്നിട്ടുണ്ട്. അവര് ഇത്തരത്തിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് എന്നുള്ള രീതിയിൽ കേരളം അതിൻ്റെ ഒരു വലിയ മാർക്കറ്റാണെന്ന് കണ്ടുകൊണ്ട് ഇത് വ്യാപകമായി ഇതിന്റെ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. നമ്മൾ അത് കാണാതിരുന്നു കൂടാ. അത് കാരണം ആ ഒരു ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി. നമുക്കറിയാം, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ കാലോചിതമായി ഈ അടുത്ത് മാറ്റം ഉണ്ടായി. എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? മാനസയുടെ കേസ്, നമുക്ക് ഡൽഹിയിലുണ്ടായ അതിദാരുണമായ സംഭവം. ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ അഞ്ച് ആളുകൾ ചേർന്ന്, അനാഥവന്മാർ ചേർന്ന് ബസ്സിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സംഭവം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ ഡൽഹിയിലേക്ക്
ജനങ്ങൾ എന്താ പറയുക, പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി വലിയ പ്രക്ഷോഭമുണ്ടായ ആ സംഭവമൊക്കെ അറിയാം. കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ അമെൻഡ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പണ്ട് ഈ ജുവനൈൽ എന്ത് ചെയ്താലും ഒരു ഒഫൻസ് ആയിരുന്നില്ല. ജുവനൈൽ എന്തും ചെയ്യാനുള്ള ഇപ്പോൾ കുറെ മാറ്റങ്ങൾ വരുത്തി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രക്ഷിതാവ് ഇവിടെ സൂചിപ്പിച്ചെന്ന് പറയുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു കോഗനൈസബിൾ കേസിൽ പണ്ട് ജുവനൈലിനെ എന്ത് ചെയ്താലും ബെയിലാണെന്നുള്ളതാണ്. കാരണം അവരെ ജയിലിലേക്ക് വിടാൻ പാടില്ല. ഇപ്പോൾ അത് മാറി. ഒരു ജുവനൈലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ജുവനൈൽ ബോർഡിൽ മുമ്പാകെ ഹാജരാക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യ, നമുക്കറിയാം, ഈ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വലിയ ബഹുസ്വരതയുടെ ഒരു പ്രതിഫലനം എന്ന പോലെ നിയമങ്ങളെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഈ കുട്ടികളെ അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം കുട്ടികൾ വീണ്ടും വഴിതെറ്റി പോകാതിരിക്കാൻ, ക്രിമിനലാകാതിരിക്കാൻ കുട്ടികളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, എല്ലാ ജില്ലകളിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട്. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ 3 പേരാണുള്ളത്. ഒരു മജിസ്ട്രേറ്റ് ഉണ്ടാകും, ഒരു പൊതുപ്രവർത്തകയുണ്ടാകും, മറ്റൊരു അഭിഭാഷകനുണ്ടാകും. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇരിക്കുന്നവർ സാധാരണ വേഷം ധരിച്ചു മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. കോട്ട് അങ്ങനെയുള്ള വേഷങ്ങൾ, കോടതി പോലെ തോന്നിപ്പിക്കുന്ന വേഷങ്ങൾ ഇരിക്കാൻ പാടില്ല. അഭിഭാഷകർ അവിടെ കോട്ടിട്ട് പോകാൻ പാടില്ല. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഡെലിങ്ക്വൻസിനെ, അവരെ പ്രതികളെന്ന് പോലും വിളിക്കാൻ പാടില്ല, ഡെലിങ്ക്വൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡെലിങ്ക്വൻസിനെ അവിടെ ഹാജരാക്കുമ്പോൾ അവരിപ്പോൾ ഈ അമെൻഡ്മെന്റ് അനുസരിച്ച് അവരെ ഈ പറയുന്ന സോഷ്യൽ ജയിലുകളല്ല, ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഇടങ്ങളിലേക്ക് പാർപ്പിക്കാൻ കഴിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്. പണ്ട് ഈ അവരെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വീണ്ടും ക്രിമിനലുകളുമായി ചേരുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന അസൈലത്തിൽ, ജയിലല്ല അസൈലത്തിൽ, കുട്ടികളെ പാർപ്പിക്കുന്ന അസൈലത്തിൽ ആക്കുവാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനും അവരെ വീണ്ടും പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആണ് നമ്മുടെ നിയമം വിവക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും കാലോചിതമായി അല്പം കൂടിയൊക്കെ മാറ്റം ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ, JJ ആക്ടിൽ വരുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുട്ടി ക്രിമിനലുകളെ ഉപയോഗിച്ച് ചെയ്യുന്നവരെ സത്യത്തിൽ പിടിക്കാനുള്ള നിയമം ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ അതുപോലൊരു അമെൻമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം, വാഹനങ്ങൾ കുട്ടികൾ ഒരുപാട് ലൈസൻസ് ഇല്ലാത്ത കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചുകുട്ടികൾ ഉപയോഗിച്ച് ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ കുട്ടികളോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഓണർമാരെ പ്രതിയാക്കണമെന്നുള്ള, അവർക്കെതിരെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കേസ് തന്നെ അവർക്കെതിരെ എടുക്കണമെന്നുള്ള നിയമം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ ട്രാഫിക്കിന് ഉപയോഗിക്കുന്ന ആളുകളെ കൂടി ഗുരുതരമായ കുറ്റം, അതാണ് തമ്പി സാർ അതിലൊരു പ്രശ്നം. അതായത് 10,000-കണക്കിന് കേസുകൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകൾ ചില്ലറ വിൽപ്പനക്കാരാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്നവരാണ്, അതിലെ താഴെത്തട്ടിലുള്ള കണ്ണികളാണ്. ഈ കേസുകളിൽ ഈ റാക്കറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ ഇവർ എവിടെ നിന്ന് വരുന്നു, ആരാണിത് നിയന്ത്രിക്കുന്നത്, അവരിലേക്ക് അന്വേഷണമോ അല്ലെങ്കിൽ അവരെ പിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കോ പോകുന്നില്ല. എല്ലാ ഇടങ്ങളിലും പിടിയിലാകുന്നവർ ഈ ക്വാണ്ടിറ്റിയുമായി ഇവിടെ പണത്തിന് വേണ്ടി വ്യാപാരത്തിന്റെ കണ്ണികളായി നിൽക്കുന്ന ഈ താങ്കൾ പറഞ്ഞതുപോലുള്ള ഇത്തിക്കണ്ണികളും അടക്കമുള്ള ആളുകളാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമാകണമെങ്കിൽ, അല്ലെങ്കിൽ ലഹരിയെ വേരോടുകൂടി പിഴുതെറിയുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ, അതിന് തക്ക രീതിയിൽ ഈ മുഴുവൻ സംവിധാനങ്ങളും മാറേണ്ടതല്ലേ? നമ്മൾ ഇവിടെ ബോധവൽക്കരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മികച്ച പാരന്റിംഗ് കൊണ്ടോ മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ കേരളത്തിൽ ഇത്. ജോർജ് ജോസഫ് സാർ, നമുക്കറിയാം ലഹരി ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന്, നമുക്കറിയാം അത് വിൽക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണെന്ന്, നമുക്കറിയാം അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന്. എന്നിട്ടും ലഹരിയുടെ വ്യാപാരവും വിൽപ്പനയും ഉപയോഗവും കേരളത്തിൽ കൂടുന്നത് എന്തുകൊണ്ടാണ് ഇത് തടയാൻ പറ്റാത്തത്? അതെ, നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ഇനിയും കൂടുതലായിട്ട് നിയമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ അണ്ടർ 12 നമ്മുടെ പീനൽ കോഡുകളിൽ 12 വയസ്സിൽ താഴെയുള്ള ഒരാൾ കുറ്റം ചെയ്താൽ അത് കുറ്റമല്ല, മർഡർ ചെയ്താലും കുറ്റമല്ല. 12-നും 18-നും ഇടയ്ക്കാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓരോന്നും നോക്കിക്കോളൂ. ഇപ്പം തന്നെ ഒരു ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിയെ തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു. അതിൽ 6-7 കുട്ടികളും +1 +2 കുട്ടികളാണ്. അപ്പോൾ നമ്മളിത് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജുവനൈൽ ഇപ്പം മോട്ടോർ വെഹിക്കിൾസിനകത്ത് പിതാക്കന്മാരെ മൈനർ കുട്ടികൾ കാർ ഓടിച്ചാൽ അതിൻ്റെ മാതാപിതാക്കൾ അല്ലെ ആരാണ് അവരുടെ പേരൻറ്റ് അവരെ കൂടെ പ്രതിയാക്കാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 8, 9, 10
എന്ന് പറഞ്ഞാൽ ഏകദേശം 13, 14, 15. പിന്നെ +1, +2 ഇവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെങ്കിലും അല്പം കൂടെ കഠിനമായ ശിക്ഷ കൊടുക്കേണ്ടി വരും. കാരണം അവർ നമുക്ക് ഇപ്പം വയനാട്ടിലെ അല്ല താമരശ്ശേരിയിലുണ്ടായ അതിനകത്ത് കൂട്ടമായിട്ട് അടിച്ച ഒരാളെ കൊന്നാലും വലിയ കുഴപ്പമില്ലട, ശിക്ഷിക്കത്തില്ല എന്ന് പറയുന്നു. +1, +2 ആൾക്കാരാണ് അത് പറയണത്. അപ്പോൾ അവർക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളുടെ ബോധവും ജ്ഞാനവും അത് കൂടുതലൊക്കെ ഇവർക്കുണ്ട്. നിയമത്തെപ്പറ്റിയൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് 8, 9, 10 അതുപോലെ 16 നേരത്തെ ഇന്ത്യയിലെ ഒരു പല കാര്യത്തിലും സജഷൻസ് 16 ഇപ്പം നമുക്കറിയാമല്ലോ. 4 പെൺകുട്ടിയെ കൊന്നതിനകത്ത് 4 പേരെ 6 പേരെ പ്രതികളാക്കിയതിൽ ഒരാൾ മൈനറായിരുന്നു, 17 വയസ്സുകാരൻ. അയാളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 3 വർഷം കഴിഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടു. അതേസമയത്ത് മറ്റേത് 21, 22 ഉണ്ടെങ്കിലും അവരെ തൂക്കിക്കൊന്നു. അപ്പം നമുക്ക് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ ഇവരെ കൊണ്ടുവരാതെ ഈ 17 +1, +2 തീർച്ചയായിട്ടും ആ പ്രായത്തിലുള്ള ഒരു വലിയ മേജറായിട്ടുള്ള ഒരാളിൻ്റെ അപ്പുറത്തെ ക്രിമിനാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 12 വയസ്സിനും ഒരു 15 വയസ്സിനും ഇടയ്ക്കുള്ളവരെ ഒന്ന് കരുതി വെച്ചാലും 16, 17, 18 അകത്ത് വരുന്നവരെ പ്രത്യേകമായ കാരണം 302 ഒക്കെ അവർക്കും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ മാറ്റണമെന്നൊക്കെ നേരത്തെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള വലിയ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ. അപ്പോൾ ആ രീതിയിലോട്ടൊന്ന് മാറ്റണം. മറ്റേത് ഈ സ്കൂളിലെ ഡ്രോപ്പ് ഔട്ടുകൾ ഇപ്പോഴും ഉണ്ട്. സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളും കോളേജിലെ +1, +2 ഡ്രോപ്പ് ഔട്ടുകളും ഡിഗ്രിയിലെ ഡ്രോപ്പ് ഔട്ടുകളും ആണ് മിക്കവാറും എല്ലാ സ്ഥലത്തും ആ കോളേജിനെ ചുറ്റിപ്പറ്റി നിന്ന് ഡ്രഗ്സ് വിൽക്കുന്നവർ. അതുകൊണ്ട് അവരെയാണ് ബുക്ക് ചെയ്യേണ്ടത്. അത് മിക്കവാറും ആ കോളേജിലും സ്കൂളിലുള്ള ടീച്ചേഴ്സിന് ഇവന്മാർ അവിടെ കറങ്ങുന്ന അവർക്കറിയാം. ഭയമാണ് അവർക്ക് ടീച്ചേഴ്സിന്, കാരണം ഇവർ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, നമുക്കിതിൽ നിന്നൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാ കോളേജും സ്കൂളിൻ്റെ പരിസരത്ത് കാരണം ഒരു 4 പോലീസുകാരെങ്കിലും ഇട്ടേ പറ്റൂ. ഇങ്ങനെ വരുന്നവരെ ബുക്ക് ചെയ്ത് വിടണം. കാരണം സാറന്മാരെ അവർക്ക് ഭയമാണ്, അവരെ തല്ലും, അടിക്കും, അല്ലെങ്കിൽ റോഡിലിട്ട് തല്ലും. പക്ഷെ അവിടെ ഒരു പോലീസും അതുപോലെ PTA ആരെങ്കിലും നിൽക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. നമുക്ക് ഈ തായ്ലൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മൂത്രപ്പുരയുടെ അടുത്ത് പെൺകുട്ടിയുടെ മൂത്രപ്പുരയുടെ അടുത്ത് ഒരു ലേഡി ടീച്ചറും ആൺകുട്ടികളുടെ മൂത്രപ്പുരയുടെ അടുത്ത് ഒരു പുരുഷ ടീച്ചറും ഉണ്ടാവും. കാരണം സെയിലും കച്ചവടം സ്മോക്ക് ചെയ്യുന്നതും ഈ ഡ്രഗ്സ് കൊടുക്കുന്നതൊക്കെ ഈ മൂത്രപ്പുരയുടെ വെച്ചാണ്. അവിടെയൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ അത് ആരും ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ അത് ടേണ് വെച്ച് സാറന്മാർ തീർച്ചയായിട്ടും അതിന് ഇവിടെ ഡ്യൂട്ടിക്ക് ആളെ ഇട്ടേ പറ്റുള്ളൂ. കഴിവുള്ള പറ്റുമെങ്കിൽ 2 പോലീസുകാർ മാൻഡേറ്ററി ആയിട്ട് വേണം. കാരണം ഇവന്മാരെ ബുക്ക് ചെയ്തേ പറ്റുള്ളൂ. നമുക്കിനി അതേ മാർക്കുള്ളൂ, അല്ലാതെ വേറൊരു മാർക്കം ഞാൻ നോക്കട്ടെ. ഇവിടെ ഉപദേശങ്ങൾ ഒരു 10-30 വർഷമായിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ശരിയാണ്. എന്തായാലും മുതുകാടിൻ്റെ വളരെ നല്ല സജഷൻസ് രാഹുൽ ഈശ്വറും നല്ല സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് മാറ്റം തീർച്ചയായിട്ടും വരുത്തി വെക്കുള്ളൂ. 16, 17, 18 നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പണം ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് പലരും, കൊച്ചു കുട്ടികളെ. ഇപ്പം തന്നെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തുവിട്ട കണ്ടില്ലേ? അതൊക്കെ അതിനകത്ത് ഇപ്പം ലോക്കൽ മാനുഫാക്ചറിങ് ആണ്. അത് അല്ലാതെ കാഡ്ബറിക്കാർ കമ്പനിയുടെ അല്ല. അതേ ലേബലിലൊക്കെ ലോക്കലായിട്ട് കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അഡിക്റ്റഡായി ആ ടേസ്റ്റ് പിടിക്കും. ഇപ്പോൾ ഐസ്ക്രീമിനകത്ത് പലരും ഇത് ചേർക്കുന്നതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുമ്പം പിന്നെ കുട്ടികൾക്ക് അത് തന്നെ കഴിക്കണം, ഒരു അഡിക്ഷനിലോട്ട് വരികയാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്ന അതൊരു വഴിക്കൂടെ നടക്കട്ടെ. പക്ഷേ അടിയന്തരമായിട്ട് നമ്മുടെ ഉള്ള കുട്ടികളെ ഇനി നശിപ്പിക്കാതെ ഇരിക്കാൻ കോളേജ് സ്കൂളിന്റെ പരിസരത്ത് ഇതുപോലുള്ള പല രാജ്യങ്ങളിലും ഈ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഇല്ല, 1-2 രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിന് കുട്ടികൾക്കൊരു വിലക്ക്, അതായത് ഈ പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ടാൽ മതിയെന്നൊക്കെ. മൊബൈൽ ഫോൺ പോലെയുള്ള ഈ സാങ്കേതിക വിദ്യ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീഴാൻ കുട്ടികൾക്കുള്ള ഒരു കാരണമായി നിൽക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവരിക എന്നത് പ്രായോഗികമാണോ? അതിനെ താങ്കൾ പിന്തുണയ്ക്കുമോ? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, നമുക്ക് റെഗുലേഷൻസ് വേണം. ഒരു കാര്യവും റെസ്ട്രിക്ഷൻ പ്രാക്ടിക്കലി നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്കപ്പുറം ഇന്റർനെറ്റ് പരിജ്ഞാനം നമ്മുടെ പിള്ളേരുണ്ട്, അവർ വേറെ ഇൻഡയറക്ട് സർവേഴ്സിലൂടെയും മറ്റും കയറും. അവിടെയാണ് നല്ല റെഗുലേഷൻ വേണം, പോലീസിംഗ് വേണം, ഇന്റലിജൻസ് സംവിധാനം വേണം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പോലുള്ള സംവിധാനങ്ങളും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാനും ഇവർക്ക് പരാതി അടക്കം കൊടുക്കാനുമുള്ള അനോണിമസ് ആയിട്ട് പരാതി അടക്കം കൊടുക്കാനും അത് സെറ്റിൽ ചെയ്യാനുമുള്ള സ്വാധീനമാണ്. ഒറ്റ വരി കൂടെ പറയണം, ഇവർ എല്ലാ
ഇവരെല്ലാം ക്രിമിനൽസ് എന്നതിനേക്കാൾ ഇവരും കൂടി വിക്ടിംസ് ആണ്. അതായത് 10 മുതൽ 18 വയസ്സ് വരെ ഡ്രഗ് കാരിയേഴ്സ് ആയ പെഡിലേഴ്സ് ആയ കുട്ടികൾ പോലും വിക്ടിംസ് ആണ് എന്നൊരു സമീപനം എടുത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. കാര്യം പലരും ഇതിൽ പെട്ടുപോകുന്നതാണ്. നമ്മളെല്ലാം ആ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. പണ്ട് ആ സിഗരറ്റിന്റെ ചെറിയ കുറ്റി വലിക്കാനും ഏതെങ്കിലും ഒരു ആൽക്കഹോളിന്റെ സാധനം കഴിക്കാനും നമ്മളും ആഗ്രഹിച്ചിരുന്നില്ലേ. ഇന്നത് കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഡ്രഗ്സിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു കുട്ടി പിടിക്കപ്പെടുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവനോ അവളോ മോശക്കാരി ആകുന്നില്ല. പകരം ഇവർ ക്രിമിനൽസ് അല്ല, ഇവർ വിക്ടിംസ് ആണ് എന്നുള്ള പൊസിഷൻ, എന്നുള്ള സമീപനത്തിൽ കൂടി ഇത് കണ്ടാലേ നമുക്ക് വിജയിക്കാനാകൂ. നിയമപരമായ ചലഞ്ച് കാണാം. ഈ കുട്ടികൾ വിക്ടിംസ് ആണ്, അവരെ രക്ഷിക്കണമെന്ന സമീപനവും ബെറ്റർ പോലീസിംഗ്, മോർ റെഗുലേഷൻ, മോർ അവയർനെസ്, എല്ലാ കാര്യങ്ങൾക്കും അവയർനെസ് ആൻഡ് ആക്ഷൻ ആണ്. ഒരു കയ്യിൽ ആക്ഷൻ, മറുകൈയിൽ അവയർനെസ്. അങ്ങനെ നമ്മുടെ സർക്കാർ അതിനുവേണ്ടി ഫണ്ടുകൾ ചെലവാക്കണം. യൂത്ത് കമ്മീഷൻ ഉണ്ട്. യൂത്ത് കമ്മീഷൻ ശ്രീ RV രാജേഷ് ആയിരുന്നു ഒന്നുണ്ടായിരുന്നു. ഇന്ന് ഷാജർ ഉണ്ട്. രണ്ടുപേരും പ്രഗത്ഭരാണ്. ഇവരെയൊക്കെ ഈ റിസോഴ്സിന് യൂസ് ചെയ്യണം. തമ്പി സാർ, ഒരു ജനകീയ പ്രതിരോധമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരൊറ്റ തീരുമാനത്തോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി ഇതിനെതിരെ പോരാടുക. പലയിടങ്ങളിലും ജനകീയ പ്രതിരോധ സമിതികളൊക്കെ വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നാട്ടുകാർ തന്നെ ഇടപെട്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ പോലീസിനെയും എക്സൈസിനെയും പിടിച്ച് അറിയിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണോ ഈ ഘട്ടത്തിൽ, താങ്കളുടെ അഭിപ്രായത്തിൽ? അല്ല, നിയമത്തിൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാറ്റങ്ങൾ എന്ന് പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുറച്ചുകൂടെ പെട്രോളിംഗ് ശക്തമാക്കേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ എല്ലാം ഉപരിയായി പല മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഇത്. കാരണം ഇത് വളരാൻ വേണ്ടി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാരന്റിങ് സിസ്റ്റം തന്നെ മാറിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ വായനാശീലം കുറഞ്ഞിരിക്കുന്നു. കവിത വായിക്കുന്ന, കഥകൾ വായിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് അരാഷ്ട്രീയവാദം, ക്യാമ്പസുകളുടെ അരാഷ്ട്രീയവാദം, അതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടി, നമ്മളെല്ലാം രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു കാരണവശാലും ഇത്തരത്തിൽ വഴിതെറ്റിപ്പോയില്ല. അപ്പോൾ അതങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ഇപ്പോൾ എന്താ ഈ OTT-യിലൂടെ ലോകത്ത് നമ്മുടെ മലയാള സിനിമകളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? OTT-യിലൂടെ കാണുന്ന ത്രില്ലറിലേ കാണുകയുള്ളൂ എല്ലാവരും സിനിമകൾ. ഇത്തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് വിരൽത്തുമ്പിലാണ്. ഇപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് നമ്മുടെ സമൂഹത്തെ ആകെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒപ്പം അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ നിയമ സംവിധാനവും കൂടി ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രാദേശിക നിലവാരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് ഈ ലാഭം കൊയ്യുന്ന ബിസിനസ്സിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. പോലീസിംഗ് ശക്തമാകണം. പോലീസിംഗ് വളരെ ശക്തമാകണം. ഇവിടെ ഗോപികൃഷ്ണൻ തന്നെ ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ പല കേസുകളിലും MDMA കേസുകൾ പ്രതികളെ പിടിക്കുമ്പോൾ ഈ ഇത് ഉപയോഗിക്കുന്ന ആളുകളെയാ പിടിക്കുന്നത്. ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്, ആരാണിത് കടത്തുന്നത്, അങ്ങനെ. അപ്പോൾ പോലീസ് അന്വേഷണം പോലും പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നവരിൽ മാത്രം എത്തി നിൽക്കുന്നു എന്നുള്ള വളരെ വേദനാജനകമായ ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അത് മാറണം. ഏതായാലും തമ്പി സാർ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ നമ്മൾ വിചാരിച്ചതിലും വലിയ അപകടത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറ നിൽക്കുന്നത്. അവരെ സഹായിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്നത് അവരെ വളരാൻ അനുവദിക്കുക, സഹായിക്കുന്നതിന് തുല്യമാണ്. അതിന് എന്തെല്ലാം സംവിധാനങ്ങളാണോ ഇറങ്ങേണ്ടത്, ഏതൊക്കെ തരത്തിലാണോ ജനങ്ങൾ അതിൻ്റെ ഭാഗമാകേണ്ടത്, അതിനുള്ള സമയം ആയിരിക്കുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് ഈ വിപത്ത് വളരും. അതുകൊണ്ട് ലഹരിയിൽ മുങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ കേരളത്തെ പിടിച്ച് തിരികെ കൊണ്ടുവരാനുള്ള, ആ സമാധാന ജീവിതത്തിലേക്ക്, സന്തോഷ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ചർച്ച. ഇനിയും ഒരുപക്ഷെ വീണ്ടും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. ബോധവൽക്കരണങ്ങൾ തുടർന്നുകൊണ്ട് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ശക്തമായ നടപടികൾ, സത്യസന്ധമായ നിലപാടുകളോടുകൂടി ഉണ്ടാകാൻ ഉറപ്പുവരുത്താൻ സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയണം. അപ്പോൾ മാത്രമേ ഈ വിപത്തിന് പുറത്ത് നമുക്ക് കടക്കാൻ കഴിയൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.